ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി മട്ടൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം ഓയിലിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ തല്ലി ഇട്ടതിന് ശേഷമാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഫ്രൈ ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് ഒണിയൻ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ 2 സവോളയാണ് എടുത്തേക്കുന്നത്. അതിന് നല്ലോണം സ്ലൈസായി കട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ബ്രൗൺ ആവുന്നവരെ നമുക്കതിനൊന്ന് ഇളക്കിയെടുക്കാം. അതിന് മുമ്പ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. കാരണം ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ അത് പൊരിഞ്ഞ് കിട്ടുന്നതിന് പകരം അത് നല്ലോണം വാടിക്കിട്ടും. ഓക്കെ, അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് പെരുംജീരകവും പിന്നെ ആവശ്യമായ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരല്പം ആഡ് ചെയ്താലും മതി. ഓക്കെ, അതൊന്നും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം നമുക്കതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മല്ലിയില ആഡ് ചെയ്യാം. എന്നിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് മല്ലിപ്പൊടി. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മട്ടൻ കറിയുടെ മസാലയാണ്. ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി മട്ടൺ കുക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ആഡ് ചെയ്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലോണം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. മട്ടൺ കുക്ക് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വെള്ളം തന്നെയാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണ മുകളിൽ വരുന്നത് വരെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എണ്ണ മുകളിൽ വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്ക് അതിനെ ഇളക്കി കൊടുക്കാം. ഞാൻ അതിൽ നിന്ന് മട്ടൺ അതിൽ നിന്ന് തന്നെയാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരുന്ന മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു തുള്ളി വെള്ളം പോലും കളഞ്ഞിട്ടില്ല. അതെല്ലാം മട്ടൺ കറിക്ക് വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളൊന്ന് പൂരിയും മട്ടൺ കറിയും കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞങ്ങളതിൻ്റെ കൂടെ പൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. പൂരിക്ക് അതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ അതിൽ നെയ്യ്, കുറച്ച് റവ എന്നിവ ചേർത്തിട്ടാണ് മാവ് റെഡിയാക്കി വെച്ചത്. ഒരു അരമണിക്കൂറോളം അതിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഞങ്ങളുടെ മട്ടനും പൂരിയും റെഡി ആയിട്ടുണ്ട്.